ഈ പുഴയും കടന്നിലണമെങ്കിൽ അങ്ങനെ വിശാലിനെ പിടികൂടി യമുനയെ കണ്ടെത്തുന്നുണ്ട് നമ്മുടെ വിനീതും ഗംഗയും നിവിനും കാവേരിയും കൂടി. പക്ഷേ അവർക്ക് വളരെയധികം അപമാനം സംഭവിക്കുന്നത് കാണാം. അതായത് കാവേരിയുടെ കുടുംബത്തെ നമ്മുടെ വിശാൽ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചോ അത് തന്നെ ഒടുവിൽ സംഭവിക്കുന്നു. ഇതേ സമയം നമ്മുടെ വിശാലിനെ കൊണ്ട് തന്നെ താൻ യമുനയെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയിക്കാനായിട്ട് നമ്മുടെ വിനീത് ഇറങ്ങിത്തിരിക്കുന്നു. വിശാലിനെ വിനീത് നല്ല രീതിയിൽ തന്നെ തല്ലുന്നുണ്ട് നാട്ടുകാരുടെ മുൻപിൽ വെച്ച്. ഇതേ സമയം വിശാലാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനിതെല്ലാം ചെയ്തത് എൻ്റെ അച്ഛന് വേണ്ടിയാണ്, എൻ്റെ അച്ഛൻ വിജയിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ജയപാലൻ കുടുങ്ങാനായിട്ട് പോകുന്നു. ഇതേ സമയം ജയപാലനാണെങ്കിൽ തൻ്റെ മകൻ ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ കാവേരിയും ബാക്കിയുള്ളവരും ജയപാലനെതിരെ തിരിയുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വിശാല് സത്യം തുറന്നു പറയുന്നു, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ഒരു കള്ളത്തരം, ഇങ്ങനെ ഒരു പറച്ചിൽ നാട്ടിൽ പരത്താൻ വേണ്ടി യമുനയെ ഒരു ദിവസം പൂട്ടിയിട്ടതാണ് എന്ന് പറയുന്നത് കാണാൻ